വണ്ണം കുറയ്ക്കാൻ എത്ര ശ്രമിച്ചിട്ടും കുറയാത്തവർക്ക് വേണ്ടി, അതുപോലെ തൈറോയിഡ്, ഡയബറ്റീസ്, PCOD പോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വെയിറ്റ് ലോസ് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വൈകുന്നേരം 7 മണിയോടുകൂടി നമുക്ക് ഡിന്നറിന് പകരം കഴിക്കാൻ പറ്റുന്ന ധാരാളം വെജിറ്റബിൾസും റാഗിയും ചേർത്തുള്ള ഒരു ഹെൽത്തി റാഗി സൂപ്പിൻ്റെ റെസിപ്പിയാണിത്. ധാരാളം പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് വയറ് നിറഞ്ഞതായി തോന്നാനും അനാവശ്യമായി അധികം കഴിക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ ഇത് പറ്റും. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ ഹെൽത്തി റാഗി സൂപ്പ്. ഇതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, ഒരു പിടി സാധാരണ ബീൻസ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സ്വീറ്റ് കോൺ, ഉപ്പിട്ട് പുഴുങ്ങിയ സ്വീറ്റ് കോൺ ആണ്. ഇവിടെ ഞാനിപ്പോൾ പൊളിക്കുന്നത് സാധാരണ ഗ്രീൻ പീസ് പച്ചയായിട്ട് നമുക്ക് സാധാരണ പയറൊക്കെ കിട്ടുന്ന പോലെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്ക ഗ്രീൻ പീസ് വീട്ടിലുള്ളത് അത് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി നമ്മൾ എടുത്തിട്ടുള്ള പച്ചക്കറികൾ ബീൻസ് എല്ലാം ഒരു പിടി ബീൻസ് എടുത്തിട്ടുള്ളത് നന്നായി ചെറിയതാക്കി അരിയുന്നതാണ് നല്ലത്. അതുപോലെ ക്യാരറ്റും ഇടുമ്പോൾ ഫിംഗർ ക്യാപ്പ് ഉപയോഗിക്കുകയാണ് നല്ലത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഞാനൊരു 2 മുളകാണ് എടുത്തിട്ടുള്ളത്. സ്വീറ്റ് കോൺ ഉപ്പിട്ട് പുഴുങ്ങിയതാണ്. അപ്പോൾ ഈ സ്വീറ്റ് കോൺ ഉള്ളതുകൊണ്ട് നമുക്കിത് കഴിക്കുമ്പോൾ ഇത് കടിക്കുമ്പോൾ ചെറുതായിട്ടൊരു നല്ലൊരു മധുരത്തിൻ്റെ ഫ്ലേവറും വരും. അതുമാത്രമല്ല സ്വീറ്റ് കോൺ ഒരു കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു എനർജി കിട്ടാൻ ഈ സ്വീറ്റ് കോൺ കഴിക്കുമ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ സ്വീറ്റ് കോൺ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് സാധാരണ കോൺ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ആക്കാവുന്നതാണ്. എനിക്ക് ഒരു പ്രശ്നം പറ്റിയത് ഈ സ്വീറ്റ് കോൺ എങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നതെന്ന് എനിക്ക് ശരിക്ക് ഇപ്പോഴും അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള സ്വീറ്റ് കോൺ എളുപ്പത്തിൽ പൊളിക്കുന്നതിനുള്ള ട്രിക്കുകൾ അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ നേരം കൊണ്ട് നമ്മൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലിട്ട് വെക്കുക. ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം കൂടി ആകുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയാൻ മാത്രമുള്ളൊരു എമൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അധികം വിശപ്പ് തോന്നാതെ ഇരിക്കുന്നത് ഈ സൂപ്പ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ റാഗിയൊക്കെ ഫാറ്റ് സോലുബിൾ ആയതുകൊണ്ട് റാഗിക്കകത്ത് ഫാറ്റ്സോളും വൈറ്റമിൻസ് ഉണ്ട്. അത് അബ്സോർബ് ചെയ്യാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഓയിൽ കൂടുതൽ ചേർക്കുന്നത്. ഇനി അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകം, നമ്മുടെ നല്ല ജീരകം ചേർത്തു. ഈ നല്ല ജീരകം ദഹനത്തിന് നല്ലതാണ്. അത് മാത്രമല്ല സൂപ്പ് കുടിക്കുമ്പോൾ ഈ ജീരകത്തിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഉണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 3, 4 ചെറിയ ഉള്ളി അരിഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എല്ലാ കറിക്കകത്തും ഉള്ളി ചേർക്കാറുണ്ട്. കാരണം ഉള്ളി എന്ന് പറയുന്നത് അയണിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. മാത്രമല്ല അതിനകത്ത് ധാരാളം ഫോളിയേറ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ദഹനത്തിനും നമ്മുടെ ഹെൽത്തിനും അത്രത്തോളം നല്ല ഒന്നാണ്. ഇനി ഇത് ഇളക്കി കൊടുത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉപ്പ് ഉപയോഗിക്കാം. ഉപ്പ് ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പിടുക, അതാണ് നല്ലത്. ഇനി അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് ഇനി അതിനെ നമ്മളിന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്തലിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് അതിൻ്റെ ആ റോ ഫോം ഒന്ന് മാറ്റിയാൽ മതി. കാരണം ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇനി ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിക്കകത്ത് കുർക്കുമിൻ്റെ കണ്ടൻറ്റ് ധാരാളം ഉണ്ട്. അതും നമ്മുടെ ദഹനത്തിനും നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മളിതിനെ മൂടി വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഹാഫ് ബോയിൽഡ് സ്റ്റേജിലോട്ട് മതി. ഇനി നമ്മൾ ഈ സൂപ്പിലെ പ്രധാനിയായ റാഗിനെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. റാഗി പൊടിയായിരുന്ന രീതിയിൽ ഡയറക്റ്റായിട്ട് നമ്മൾ വെജിറ്റബിൾസിനോടത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് അടി പിടിക്കും. അത് ഒഴിവാക്കാനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ റാഗിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് സാധാരണ നോർമൽ ടെമ്പറേച്ചറുള്ള വാട്ടറാണ് ഉപയോഗിക്കുന്നത്. സാധാരണ വെള്ളം ഒഴിച്ച് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലെ ആ കട്ടകളെല്ലാം ഒഴിവാക്കി അങ്ങനെയാണ് അത്. ഞാൻ 1 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കതിൻ്റെ ആ ഒരു തിക്ക് ഫോം മാറി തിന്നായി വന്ന് കട്ടകളൊന്നുമില്ല എന്ന് ഉറപ്പിക്കണം. വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ട് ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. കട്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ആ സൂപ്പിനകത്തേക്ക് ഇടുമ്പോൾ അവിടെയും വീണ്ടും അത് കട്ട ഫോം ചെയ്ത് അത് അടിയിൽ പിടിക്കും. അപ്പോൾ റാഗി സൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ റാഗിയുടെ അവിശ്വസനീയമായ ഗുണങ്ങളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം റാഗി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഗ്ലൂട്ടൻ്റെ അലർജി ഉള്ളവർക്കും ദഹന പ്രശ്നമുള്ളവർക്കും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാം. അതുപോലെ റാഗി ഭയങ്കര ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മില്ലറ്റിലൊക്കെ ഒരുപാട് ഗോതമ്പിനെ ഒഴിവാക്കി മില്ലറ്റിലോട്ട് പോകുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കലക്കിയ റാഗി അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ച ഉടൻ തന്നെ നമ്മൾ അതിനകത്തേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ വീണ്ടും അത് അടിയിൽ പിടിക്കും. അപ്പം നമുക്ക് ആ റാഗിയും ആ വെജിറ്റബിൾസ് ഒന്നും കൂടെ കുക്കാകാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ആ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിലിരിക്കുക. ഇങ്ങനെ ഈ റാഗിയും ആ ബാക്കിയുള്ള ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഒന്ന് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ
ഇടയിൽ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ കുരുമുളകാണ് ഉള്ളതെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് ക്രഷ്ഡ് പെപ്പർ ചേർത്താലും മതി. രണ്ടും ഒരേ ഗുണം തന്നെയാണ്. ഇനി അത് ഒരുമാതിരി വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ ഏറ്റവും ലാസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ചേർത്ത് കൊടുക്കുക. കുക്കുംബർ വെന്ത് പോകരുത്. അത് നമ്മളിങ്ങനെ ആ സൂപ്പ് കുടിക്കുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ഒരു റോ ഫോമിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് അത് കടിക്കുമ്പോൾ. നമ്മളിപ്പോൾ ആഡ് ചെയ്ത റാഗി വെന്ത് വരുമ്പോഴത്തേക്കും ഈ സൂപ്പ് പതുക്കെ കട്ടിയായി തിക്കായി തുടങ്ങും. ഒരുപാട് തിക്കാകണ്ട എന്നാൽ ഒരുപാട് ലൂസും ആകണ്ടാത്തൊരു കൺസിസ്റ്റൻസിയിൽ ആകുമ്പോഴത്തേക്കും നിർത്തുക. ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു പിടി മല്ലിയില അരിഞ്ഞത് ചേർക്കുകയാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇവിടെ ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ആപ്പിൾ സിഡർ വിനെഗറാണ്. അതൊരു ഗുഡ് പ്രൊബയോട്ടിക് സോഴ്സാണ്. അതായത് നമ്മുടെ ദഹനത്തിനും നമ്മുടെ വയറിനുമൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ധാരാളം നല്ല ബാക്ടീരിയകളെ സഹായിക്കുന്നതാണ് ആപ്പിൾ സിഡർ വിനെഗർ. ഈ പിന്നെ മാത്രമല്ല ഇതിനൊരു ചെറിയൊരു പുളി ടേസ്റ്റ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റും കൊടുക്കും. ആപ്പിൾ സിഡർ വിനെഗർ വാങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, വിത്ത് മദർ എന്നെഴുതിയത് മാത്രമേ വാങ്ങാവുള്ളൂ, അല്ലാതെ വില കുറഞ്ഞത് വാങ്ങരുത്. ഇത് അത്യാവശ്യം ചെറിയൊരു വിലയുള്ളൊരു സാധനമാണ്, പക്ഷേ അതൊരിക്കൽ വാങ്ങി വെച്ചാൽ നമുക്ക് നല്ലൊരു സോഴ്സാണ്. നമ്മളൊന്ന് വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാനൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ആണ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണം എന്നൊരു തോന്നലാണ്. ആ തോന്നൽ ഒഴിവാക്കാൻ ഈ റാഗി സൂപ്പ് അടിപൊളിയാണ്. കാരണം നമ്മളിത് കഴിക്കുമ്പോഴേ നമ്മുടെ വയറ് നിറഞ്ഞതുപോലെ തോന്നും. ധാരാളം വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ റാഗി ഒരു ഗുഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വയറിൽ വിശപ്പ് തോന്നിയാലേ എന്തെങ്കിലും ക്രേവിങ്സ് ഉണ്ടാവുള്ളൂ. വയറ് രാത്രി മുഴുവൻ നിറഞ്ഞതുപോലെ ഇരിക്കും. വൈകിട്ട് അത്താഴത്തിന് ഒരു 7 മണിയോ അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പോ ആയിട്ട് നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 7 ദിവസമെങ്കിലും അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും. ഒരു 21 ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 to 5 kg വരെ കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. ഇതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ കാർബോഹൈഡ്രേറ്റിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഡയറ്റും കൂടെ നോക്കുകയാണെങ്കിൽ മിന്നിക്കുന്ന റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വേഗം ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ശീലമാക്കിക്കോളൂ.